മത്സര പരീക്ഷകളിലെ ഒരു സുപ്രധാന ടോപ്പിക്കാണ് പ്രൊനൗൺസ്. എന്നാൽ ഉദ്യോഗാർത്ഥികൾ ഇവയ്ക്ക് തക്കതായ പ്രാധാന്യം കൊടുക്കാറില്ല. സ്വാഭാവികമായും ഈ സെക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ശരിയായ ഉത്തരം എഴുതാൻ കഴിയാതെ പോവുകയും വിലപ്പെട്ട മാർക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജിതിൻസ് ഇംഗ്ലീഷ് പ്രൊനൗൺസ് നല്ല രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് പ്രൊനൗൺസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനായ റിഫ്ലക്സീവ് പ്രൊനൗൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മുൻ ക്ലാസ്സുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക, പ്രയോജനപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് റിഫ്ലക്സീവ് പ്രൊനൗൺസ്. എന്താണ് റിഫ്ലക്ഷൻ? പ്രതിബിംബമാണ് റിഫ്ലക്ഷൻ. നമ്മൾ കണ്ണാടിയിൽ കാണുന്നതാണ് റിഫ്ലക്ഷൻ. നമ്മൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബങ്ങളെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ റിഫ്ലക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രകാശരശ്മി ആവർത്തിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം. എന്നാൽ ഇംഗ്ലീഷ് ഗ്രാമർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എന്താണ് റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് നോക്കാം. സ്വാഭാവികമായും ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും വ്യത്യാസമായിരിക്കും. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളും പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന വ്യക്തിയും വ്യത്യാസമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ രാജു പ്ലേഡ് ക്രിക്കറ്റ്. രാജു ക്രിക്കറ്റ് കളിച്ചു. ഇവിടെ സബ്ജക്റ്റ് ചെയ്തത് രാജുവാണ്. കളിക്കുക എന്ന പ്രവൃത്തി രാജു ചെയ്തപ്പോൾ അതിൻ്റെ ഫലം അനുഭവിച്ചത് ക്രിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റ് രാജുവും ഒബ്ജക്റ്റ് ക്രിക്കറ്റുമായി രണ്ട് വ്യത്യസ്ത ആൾക്കാർ കടന്നു വന്നു. മറ്റൊരു ഉദാഹരണം എടുക്കാം. ഹീ കിൽഡ് എ സ്നേക്ക്. ഹീ കിൽഡ് എ സ്നേക്ക്. ഈ സെന്റൻസിൽ പ്രവൃത്തി ചെയ്തത് ആരാണ്? ഹീ ആണ്. അതുകൊണ്ട് ഹീ സബ്ജക്റ്റായി. അവൻ കൊന്നപ്പോൾ ആർക്കാണ് അതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത്? ഒരു സ്നേക്കിനാണ് അതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത്. അതുകൊണ്ട് ആ ഭാഗം ഒബ്ജക്റ്റായി മാറി. നമ്മൾ ഇപ്പോൾ കണ്ട രണ്ട് എക്സാമ്പിളുകളിലും സബ്ജക്റ്റും ഒബ്ജക്റ്റും വ്യത്യാസപ്പെട്ടു വന്നു. എന്നാൽ ചില സെൻറ്റൻസുകളിൽ സബ്ജക്റ്റ് തന്നെ ഒബ്ജക്റ്റായി മാറും. സബ്ജക്റ്റ് തന്നെ ഒബ്ജക്റ്റായി മാറും. അത്തരം അവസരങ്ങളെയാണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഹീ കിൽഡ് എ സ്നേക്ക്. അവൻ ഒരു പാമ്പിനെ കൊന്നു. ഇവിടെ ഹീ എന്ന സബ്ജക്റ്റും എ സ്നേക്ക് ഒബ്ജക്റ്റുമായി വ്യത്യാസപ്പെട്ടു വന്നു. എന്നാൽ ആ സെന്റൻസിനെ നമ്മൾ ഇങ്ങനെ എഴുതിയെങ്കിലോ, ഹീ കിൽഡ് ഹിംസെൽഫ്. അവൻ സ്വയം മരിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. ഇവിടെ പ്രവൃത്തി ചെയ്ത ആളും പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആളും ഒന്ന് തന്നെയാണ്. ഇതിനെയാണ് റിഫ്ലക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി നമുക്കെടുക്കാം. ഹീ ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ഇൻ ദ ഓഫീസ്. ഹീ ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ഇൻ ദ ഓഫീസ്. ഇവിടെ പ്രവൃത്തി ചെയ്തത് ഹീ ആണ്, അല്ലേ? അവൻ സ്വയം പരിചയപ്പെടുത്തി. അവൻ പരിചയപ്പെടുത്തിയതിൻ്റെ പ്രയോജനം അവന് തന്നെ ലഭിച്ചു. ഇവിടെ സബ്ജക്റ്റും ഹീ ആണ്. ആ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചതും ആര് തന്നെയാണ്? അവൻ തന്നെയാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാമെടാ? റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് വിളിക്കാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഇവയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന വിഭാഗത്തിൽ വരുന്നത്, അല്ലേ? ഏതൊക്കെയാണ്? ഐ, വി, ഹി, ഷീ, ഇറ്റ്, ദേ, യു ഇവയാണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന വിഭാഗത്തിൽ വരുന്നത്. ഇവയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് കേരള PSCക്ക് പലപ്പോഴും ചോദിച്ച് കാണാറുള്ളത്. അതായത് ഐയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ ആണ് മൈസെൽഫ്. ഡൗട്ടില്ലല്ലോ? ഐയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ ആണ് മൈസെൽഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നെ തന്നെ എന്നാണ്. അല്ലാതെ മീ അല്ല ഐയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ. മീ എന്നുള്ളത് ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഐയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ എന്താണ്? മൈസെൽഫ്. വാക്കിൻ്റെ അർത്ഥം എന്നെ തന്നെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വി എന്ന വാക്കിൻ്റെ റിഫ്ലക്സീവ് പ്രൊനൗൺ? സിമ്പിൾ, അവർ സെൽഫ്. ഒന്ന് പരിചയപ്പെടണം. അവർ സെൽഫ്. വിയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ ആണ് അവർ സെൽഫ്, നമ്മളെ തന്നെ. യു എന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും വരാറുണ്ട്. സിംഗുലറായിട്ടാണ് വരുന്നതെങ്കിൽ അത് യുവർ സെൽഫ് എന്നെടുക്കണം, നിങ്ങളെ തന്നെ. അതല്ല പ്ലൂറലായിട്ടാണ് വരുന്നതെങ്കിൽ യുവർ സെൽഫ്സ് എന്നെടുക്കണം. ഡൗട്ടില്ലല്ലോ? അർത്ഥം സെയിം തന്നെ, നിങ്ങളെ തന്നെ. ഇനി ഹീയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ ഹിംസെൽഫ് ആണ്, അർത്ഥം അവനെ തന്നെ. ഷീയുടെ റിഫ്ലക്സീവ് പ്രൊനൗൺ ഹെർ ആണ്, വാക്കിൻ്റെ അർത്ഥം അവളെ തന്നെ.
ഇറ്റിൻ്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ഇറ്റ് സെൽഫ് ആണ്, അർത്ഥം അതിനെ തന്നെ. ദേയുടെ റിഫ്ലക്സീവ് പ്രോനൗൺ ദംസെൽസ് ആണ്, അർത്ഥം അവരെ തന്നെ. ഡൗട്ടില്ലല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഐയുടെ റിഫ്ലക്സീവ് പ്രോനൗൺ ഇമ്പോർട്ടൻ്റ് ആണ്, അർത്ഥം മൈസെൽഫ് അല്ലെ, മൈസെൽഫ് എന്നാണ് അതിൻ്റെ മാറ്റം, അർത്ഥം എന്നെ തന്നെ എന്നാണ്. ഡൗട്ടില്ലല്ലോ? ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതിലെ സിംഗുലർ ഏത് പ്ലൂറൽ ഏത് എന്ന്. എടാ സെൽഫിൽ അവസാനിക്കുന്നതെല്ലാം, അതായത് SELF, സെൽഫിൽ അവസാനിക്കുന്നതെല്ലാം സിംഗുലർ. കിട്ടിയോ? സെൽഫിൽ അവസാനിക്കുന്നതെല്ലാം സിംഗുലർ. ഹിംസെൽഫ്, ഹെർസെൽഫ്, യുവർ സെൽഫ്, മൈസെൽഫ്, ഇതെല്ലാം സിംഗുലർ. അതിന് പകരം സെൽഫ്സ്, SELVES, സെൽഫ്സിൽ അവസാനിക്കുന്നതെല്ലാം പ്ലൂറൽ. ഏതൊക്കെ? അവർ സെൽഫ്സ്, ദയർ സെൽഫ്സ്, യുവർ സെൽഫ്സ്. ഡൗട്ടില്ലല്ലോ? അപ്പോൾ അത് മനസ്സിലായി. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ് വൺ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകൾക്ക് വരാറുണ്ട്. വണ്ണിൻ്റെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്താണ്? റിഫ്ലക്സീവ് പ്രോനൗൺ വൺ സെൽഫ് എന്നാണ്. അതിന് പ്ലൂറൽ ഇല്ല, വൺ സെൽഫ് എന്ന് തന്നെ പഠിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ കേരള PSCക്ക് ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം, ശരിയായി എങ്ങനെ ഉത്തരം എഴുതാം എന്ന് നമുക്ക് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ, ഐ റിഫ്ലക്ട് ഡാഷ് ഇൻ ദ മിറർ. ഐ റിഫ്ലക്ട് ഡാഷ് ഇൻ ദ മിറർ. മീ, ഐ, മൈസെൽഫ്, നണ്ണ്. മീ, ഐ, മൈസെൽഫ്, നണ്ണ്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ടു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റീവ് പ്രോനൗൺ ആണ്. ചെയ്ത പ്രവൃത്തിയും ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചതും ഒരാൾ തന്നെയാണ് അല്ലേ? ഞാൻ എന്നെ തന്നെ കണ്ടു. അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് മീ എടുക്കണോ മൈസെൽഫ് എടുക്കണോ എന്നതാണ്. എപ്പോഴും ഓർമ്മിക്കണം, ഐയുടെ റിഫ്ലക്റ്റീവ് പ്രോനൗൺ മീ അല്ല, മൈസെൽഫ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിലെ ഉത്തരം എന്താണെടാ? മൈസെൽഫ് ആണ്. ഡൗട്ടില്ലല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഡാഷ് ടു ദ ചെയർമാൻ. ബ്രാക്കറ്റിൽ ഷീ, ഹിംസെൽഫ്, ദംസെൽഫ്, നണ്ണ് അല്ലേ? അയാളെ തന്നെ സ്വയം അവരുടെ മുന്നിൽ അല്ലെങ്കിൽ ചെയർമാൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അയാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അയാൾക്ക് തന്നെ കിട്ടി. അതുകൊണ്ട് തന്നെ കാര്യം ക്ലിയർ ആണ്, റിഫ്ലക്സീവ് പ്രോനൗൺ ആണ്. ഇവിടെ പ്രവൃത്തി ചെയ്തത് ഹീ ആണ്. ഹീയുടെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്താണ്? ഹിംസെൽഫ് ആണ്. ബ്രാക്കറ്റിനകത്ത് നോക്കി ഉത്തരമുണ്ട്. ഉത്തരം അതുകൊണ്ട് എന്ത് തന്നെയാണ്? ഹിംസെൽഫ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. നോ വൺ റെക്ടിഫൈഡ് ഡാഷ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. നോ വൺ റെക്ടിഫൈഡ് ഡാഷ്. ദംസെൽഫ്, ദം, ഹെർസെൽഫ്, നൺ ഓഫ് ദീസ്. എടാ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും തന്നെ തെറ്റു തിരുത്തിയില്ല, ആരും തന്നെ തെറ്റു തിരുത്താൻ തയ്യാറായില്ല എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി പറയാം, റിഫ്ലക്സീവ് പ്രോനൗണിൻ്റെ യൂസേജ് ആണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് നോ വൺ എന്ന പദത്തിൻ്റെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എടാ ഓർമ്മിച്ചിരിക്കേണ്ടത് എവരിബഡി, എവരി വൺ, സംബഡി, സംവൺ, നോ മാൻ, എവരി മാൻ, നോ വൺ തുടങ്ങിയ പദങ്ങൾ സബ്ജക്റ്റായി വരികയാണെങ്കിൽ അവയുടെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് എപ്പോഴും ദംസെൽവ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ടിപ്പ് ഇതാണ്. ഞാൻ എന്താണ് പറഞ്ഞത്? എവരിബഡി, എവരി വൺ, സംബഡി, സംവൺ, എവരി മാൻ, നോ മാൻ അല്ലേ, അതുപോലെ നോ വൺ. ഇത്തരം പദങ്ങൾ ഒരു സബ്ജക്റ്റായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്സീവ് പ്രോനൗൺ എപ്പോഴും ആരായിരിക്കൂടാ? അത് ദംസെൽവ്സ് ആയിരിക്കും. ഉത്തരം ഏതാണ്? നോ വൺ റെക്ടിഫൈഡ്. ഉത്തരം ദംസെൽവ്സ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി. വൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഡാഷ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഡാഷ്. ചോയ്സ് വൺസ്, വൺ സെൽഫ്, വൺ സെൽഫ്സ്, ഹിംസെൽഫ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എടാ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വൺ ആണ് തുടക്കത്തിൽ വന്നതെങ്കിൽ അതിൻ്റെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? വൺ സെൽഫ് തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നിലാണ് തുടങ്ങിയത്. അവനവൻ്റെ കാര്യം നോക്കണം, അവരവരുടെ കാര്യം നോക്കണം എന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ റിഫ്ലക്സീവ് പ്രോനൗണിൻ്റെ യൂസേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വണ്ണിൻ്റെ റിഫ്ലക്സീവ് പ്രോനൗൺ തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? വൺ സെൽഫ് തന്നെയാണ്. ഇത്രയുമാണ് വൺ സെൽഫുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. റിഫ്ലക്സീവ് പ്രോനൗൺ എന്ത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ് എംഫാറ്റിക് പ്രോനൗൺസ്. പേര് കേട്ട് പേടിക്കരുത്, എംഫാറ്റിക് പ്രോനൗൺസ്. ഇവിടെ നമ്മൾ റിഫ്ലക്സീവ് പ്രോനൗൺ ഏതൊക്കെയാണ്? ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഹെർസെൽഫ്, ഹിംസെൽഫ്, ദംസെൽഫ്സ് അല്ലേ തുടങ്ങിയതാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് നമ്മൾ പഠിച്ചത്.
എടാ, ഈ റിഫ്ലക്സീവ് പ്രോനൗൺ എപ്പോഴും ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തെ വരുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. ഉദാഹരണം പറഞ്ഞാൽ ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്, ഡൗട്ടില്ലല്ലോ, ഇൻ ദ മീറ്റിംഗ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ഇൻ ദ മീറ്റിംഗ്. അവൻ സ്വയം പരിചയപ്പെടുത്തി, അല്ലേ? അത് ഒബ്ജക്റ്റ് സ്ഥാനത്താണ് ഹിംസെൽഫ് എന്ന വേർഡ് വന്നത്. എന്നാൽ ഇതേ വേർഡ് സബ്ജക്റ്റിന്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ, ഉദാഹരണം ഹി ഹിംസെൽഫ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ, ഡൗട്ടുണ്ടോ? അങ്ങനെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ, സബ്ജക്റ്റിന്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ അതാണ് എംഫാറ്റിക് പ്രോനൗൺ, അതായത് സബ്ജക്റ്റിന് എംഫസൈസ് കൊടുക്കുന്ന പ്രോനൗൺസ്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസ് നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺഅക്കാഡമിയാണ്. ഇതിൽ ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടി തയ്യാറെടുക്കാൻ സഹായിക്കുന്ന കൃത്യമായ സ്ട്രക്ചേർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും LDC പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വരുന്ന 29 ഞായറാഴ്ചകളിൽ 3 പരീക്ഷകൾ നടക്കുന്നു. ഈ പരീക്ഷകളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് ഉയർന്ന മാർക്കുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ പ്ലസ് സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കുന്നു. ഇനി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ പ്ലസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരിൽ നിന്ന് നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാം. ജിതിൻസ് ഇംഗ്ലീഷ് എന്ന റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് മെമ്പർഷിപ്പ് വളരെ വിലക്കുറഞ്ഞ ലെവലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു മികച്ച ക്ലാസ്സുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.